എടക്കര മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്തുള്ള ഒരു ചെറു നഗരം. റബ്ബർ, കുരുമുളക്, നെല്ല്, തെങ്ങ് എന്നിവയുടെ കൃഷി ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. ഈ പഞ്ചായത്തിന് ഈ പേര് വരാൻ കാരണം കോഴിക്കോടിന്റെയും ഊട്ടിയുടെയും ഇടയിലായതിനാലാണെന്ന് പറയപ്പെടുന്നു. പണ്ടുകാലത്ത് കോഴിക്കോടിനെയും ഊട്ടിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ വഴി ഉണ്ടായിരുന്ന പാതയിൽ വിശ്രമിക്കാനായ ഒരു ഇടത്താവളമായിരുന്നു ഈ സ്ഥലം. അതുകൊണ്ട് ഇടത്താവളം എന്നർത്ഥം വരുന്ന എടക്കര എന്ന് ഈ പ്രദേശത്തിന് പേര് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എടക്കരയിൽ നടത്തുന്ന കാലിച്ചന്ത വളരെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമെല്ലാം കന്നുകാലികളെ ഇവിടെ എത്തിക്കുന്നു. വഴിക്കടവ്, മൂത്തയിടം, പോത്തുകല്ല്, ചുങ്കത്ര എന്നീ പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എടക്കര അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുനഗരം കൂടിയാണ്. എടക്കര അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന GHSS എടക്കര എന്ന വിദ്യാലയമാണ് ഇവിടുത്തെ പ്രധാന സർക്കാർ വിദ്യാലയം. ഇപ്പറഞ്ഞതെല്ലാം വിക്കിപീഡിയ എടക്കരയെ കുറിച്ച് വർണ്ണിച്ചതാണ്. വിക്കിപീഡിയയ്ക്ക് അറിയാത്ത എടക്കരയുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക സുഹൃത്തുക്കളെ. തൊട്ടടുത്തായി 2 ബസ് സ്റ്റാൻഡുകൾ, അടിപൊളി ഫുഡ് സ്പോട്ടുകൾ, നല്ല മൊഞ്ചന്മാരും മൊഞ്ചത്തികളും എന്നുവേണ്ട ഒരു വലിയ വ്യാപാര കേന്ദ്രമായി തന്നെ മാറിയിരിക്കുകയാണ് നമ്മുടെ എടക്കര. എടക്കരയിൽ അടിയന്തരമായി വേണ്ട ഒരു കാര്യമാണ് ഫയർ സ്റ്റേഷൻ. അതിനുവേണ്ടി ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നുമായില്ല. എടക്കരയിൽ ഒരു നല്ല ഫയർ സ്റ്റേഷൻ അത്യാവശ്യമാണ്. എണ്ണിയാൽ തീരാത്ത വ്യാപാര കേന്ദ്രങ്ങളാണ് എടക്കരയിൽ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ചുരത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നിലമ്പൂരിൽ നിന്നും വരണം. നിലമ്പൂരിലെയും ചന്തക്കുന്നിലെയും ബ്ലോക്ക് കടന്ന് എടക്കര എത്തുമ്പോഴേക്കും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഈ അടുത്തൊരു ഫയർ ആക്സിഡന്റിൽ എടക്കരയിൽ ഒരു മരണം സംഭവിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ എടക്കരയ്ക്ക് ഒരു ഫയർ സ്റ്റേഷൻ കൂടി സാഫല്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്